ഹായ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു സിങ്ക്രണസും അതുപോലെ തന്നെ അസിങ്ക്രണസ് വർക്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന എല്ലാവരും കാത്തിരുന്ന കോൾ ബാക്കിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കാരണം എന്താ വെച്ചാൽ പല ആൾക്കാരും ഞാനടക്കം നമ്മൾ ആദ്യം പഠിക്കുന്ന കാലത്തും ഈ കോൾ ബാക്കിനെ കുറിച്ച് യാതൊരു കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്തിരുന്നു. പക്ഷെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്ത് ചെയ്യുന്നു, പ്രോപ്പറായി ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതാണ്. അപ്പോൾ പ്രോപ്പറായി എന്ത് ചെയ്യുക, മനസ്സിലാക്കി നിൽക്കുക. ഇപ്പോൾ ആദ്യം പറയുകയാണെങ്കിൽ തന്നെ നമ്മൾ ആദ്യം ഈ പറഞ്ഞ സിങ്ക്രണസ് എന്താ അസിങ്ക്രണസ് എന്താണെന്ന് പ്രോപ്പറായി അറിഞ്ഞിരിക്കണം. ഒന്നാമത് ഈ കോൾ ബാക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തന്നെ ഓക്കെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞ വീഡിയോ നമ്മൾ പ്രോപ്പറായിട്ട് അതിൻ്റെ വർക്കിങ്ങും അതുപോലെ തന്നെ അത് എന്താ എന്നുള്ളതും ഒരു റിയൽ ടൈം എക്സാമ്പിൾ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് പോയി കാണുക. കണ്ടതിന് ശേഷം മാത്രമേ ഇത് കണ്ടാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതും മനസ്സിലാവില്ല, പിന്നെ മുന്നത്തെ വീഡിയോ കാണാത്തതുകൊണ്ട് അതും മനസ്സിലാവില്ല. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് സിങ്ക്രണസ് എന്താ അസിങ്ക്രണസ് എന്നുള്ളത് നല്ല ബോധം ഉണ്ടാവണം. ഓക്കെ, എങ്കിൽ ഈ ക്ലാസ് എന്തേ ഉള്ളൂ മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇനി എന്താണെന്ന് വെച്ചാൽ ഒരു അസിങ്ക്രണസ് പറഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ജാവാസ്ക്രിപ്റ്റ് നോർമലി ഒരു സിങ്ക്രണസ് ആണ്, അതിനെ അസിങ്ക്രണസ് ചെയ്യാൻ പറ്റും. എന്തിനാണ് അസിങ്ക്രണസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അസിങ്ക്രണസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് ഫങ്ഷൻസ്, കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു സംഭവമാണ് കോൾ ബാക്ക് ഫങ്ഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് കോൾ ബാക്ക്? ശരിക്കും തന്നെ ആ ഒരു വേർഡിൽ തന്നെ ഉണ്ട് കോൾ ബാക്ക്. എന്ത് ചെയ്യുക, തിരിച്ചു വിളിക്കുക, കോൾ ബാക്ക് എന്നുള്ളത്. ഓക്കെ, ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെയും നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അതായത് നോർമലി ഒരു കോൾ ബാക്ക് എന്ന് വെച്ചാൽ നാച്ചുറലി നമുക്ക് പറയുകയാണെങ്കിൽ ഒരു ഫങ്ഷനാണ്. ഫങ്ഷനെ വേറൊരു ഫങ്ഷനിലേക്ക് ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്യുന്നതിനാണ് എന്ത് ചെയ്യുക, നോർമലി ഒരു കോൾ ബാക്ക് എന്ന് പറയാം. ഇപ്പം ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, കാരണം ചില ആൾക്കൊക്കെ എന്തോ ഒന്നും കൂടി പറയണം എന്നുള്ള രീതിയിലായിരിക്കും. അതായത് ജസ്റ്റ് ഒരു ഫംഗ്ഷൻ ഉണ്ടാവും, ആ ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്യുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫംഗ്ഷൻ എ എന്ന് വിളിച്ചിട്ട് നമ്മൾ ഡിക്ലറേഷനോ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. എ എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ നമ്മൾ പാരാമീറ്ററായിട്ട് ഒരു ഫംഗ്ഷനും കൂടി പാസ് ചെയ്യുന്നതിനാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ കോൾ ബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നാച്ചുറൽ മീൻസ് ബേസിക്കലി അതാണ് ഒരു കോൾ ബാക്ക് എന്ന് വെച്ചാൽ. ഓക്കെ, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ അടങ്ങി കിടക്കുന്ന പല കാര്യങ്ങളുണ്ട്. പല ആൾക്കാരും ഇപ്പോഴും തെറ്റിദ്ധരിച്ച ഒരു കാര്യമുണ്ട്. അതായത് ഈ പറഞ്ഞ കോൾ ബാക്ക് എന്നുള്ളത് എന്താണ്, അസിങ്ക്രണസ് ആണ്. നോർമലി അത് അസിങ്ക്രണസ് ആണ്. കാരണം നമ്മളിപ്പോൾ ഒരു വ്ളോഗ് വായിക്കുമ്പോഴോ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ കാണുമ്പോഴോ എല്ലാവരും പറയുന്നത് വെച്ചാൽ എന്ത് ചെയ്യാണ്, കോൾ ബാക്ക് എന്നുള്ളത് ജാവാസ്ക്രിപ്റ്റിനെ അസിങ്ക്രണസ് ആക്കാൻ വേണ്ടിയാണ്. ജാവാസ്ക്രിപ്റ്റ് സിങ്ക്രണൈസ് ആണ്, അത് അസിങ്ക്രണൈസ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്, കോൾ ബാക്ക് എന്ന്. പക്ഷെ സത്യത്തിൽ പറയുകയാണെങ്കിൽ കോൾ ബാക്ക് എന്നുള്ളത് ബേസിക്കലി നാച്ചുറലി അതെന്തല്ല, അസിങ്ക്രണസ് അല്ല, അത് സിങ്ക്രണസ് ആണ്. ഓക്കെ, അതിനുള്ള പ്രൂഫായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് കോഡിലൂടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇപ്പോൾ നിങ്ങൾ ഇത് സ്ക്രീനിൽ കാണുന്നുണ്ടാവും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് അസിങ്ക്രണസ് പറയാൻ വേണ്ടി ഉപയോഗിച്ച കോഡാണ്. ഇപ്പോൾ തൽക്കാലം ഞാൻ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഫങ്ഷൻ ഡിക്ലെയർ ചെയ്യുന്നു. ഫങ്ഷൻ ഫോർ എക്സാമ്പിൾ ഡിസ്പ്ലേ എന്നുള്ളത് ഞാൻ കൊടുക്കുന്നു. ഓക്കെ, ഡിസ്പ്ലേ എന്നുള്ള ഒരു ഫങ്ഷൻ കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്തു, ഒരു ഫങ്ഷൻ ഞാൻ ഡിക്ലെയർ ചെയ്യാം. ഡിക്ലെയർ ചെയ്തതിന് ശേഷം ഇവിടെ ഒരു കോൾ ബാക്ക് ഫങ്ഷനാണ് വരുന്നത്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു കോൾ ബാക്ക് അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു. ആ കോൾ ബാക്കാണ് നമ്മൾ ഇവിടുന്ന് കോൾ ചെയ്യുന്നത്. ഓക്കെ, അതിന് വേണ്ടി ആർഗ്യുമെൻറ്റിൽ ഞാൻ എന്ത് ജസ്റ്റ് കോൾ ബാക്ക് എന്ന് എഴുതുന്നുണ്ട്. ഓക്കെ, നിങ്ങളിപ്പോൾ കൺഫ്യൂഷൻ ആവണ്ട, ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് തരും, നിങ്ങൾ കേട്ടാൽ മാത്രം മതി ഇപ്പോൾ. ഓക്കെ, അപ്പോൾ കോൾ ബാക്ക് എന്നുള്ള ഫങ്ഷനാണ് ആർഗ്യുമെൻ്റായി വന്നത്. എവിടുന്ന് വന്നു, എങ്ങനെ വന്നു, എന്താണ് എന്നുള്ളതൊക്കെ പറയാം. വെയിറ്റ്. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേ എന്നുള്ളത് എന്ത് ചെയ്തു, ഇവിടെ ഫംഗ്ഷനായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തു. അവിടെ ഒരു ആർഗ്യുമെൻ്റായിട്ട് കോൾ ബാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ കോൾ ബാക്ക് ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ കോൾ ചെയ്യുന്നു. ഓക്കെ, ആ കോൾ ബാക്ക് ഇത് നമ്മളൊരു ഫംഗ്ഷനാണിത്, ഇതൊരു ഫംഗ്ഷനാണ്, നമ്മൾ ആർഗ്യുമെൻ്റായി പാസ് ചെയ്തു. ഇനി എപ്പോഴാണ് ഈ ഡിസ്പ്ലേ എന്നുള്ളത് കോൾ ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ ഒരു ഫംഗ്ഷൻ പാസ് ചെയ്യുന്നു. ഓക്കെ, ആ ഫംഗ്ഷൻ നമ്മൾ ഇവിടെ തന്നെ ഡിക്ലെയർ ചെയ്യുന്നു. ഒന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പാരാമീറ്റർ തന്നെ എന്ത് ചെയ്യാം, ഡിക്ലെയർ ചെയ്യാം, അല്ലെങ്കിൽ പുറത്ത് ഡിക്ലെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ കോൾ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാൻ പുറത്ത് ഡിക്ലെയർ ചെയ്തിട്ട് ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ ലെറ്റ് സാമ്പിൾ എന്നുള്ള ഒരു ഫംഗ്ഷനാണ് ഞാൻ ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, അനോണിമസ് വേറെ ഫംഗ്ഷൻ. ഓക്കെ, ദെൻ ഞാൻ എന്ത് ചെയ്യുന്നു, കൺസോൾ ഡോട്ട് ലോഗിൽ എന്ത് ചെയ്യുന്നു, ഹായ് ദിസ് ഈസ് റോസിക് എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യുന്നു,
കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ റാസിക് എന്നുള്ളത് ഇവിടെ കൊടുക്കുന്നു. ദിസ് ഇസ് റാസിക് എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്സ്റ്റ് കൊടുക്കുന്നു. ഓക്കെ, സേവ് ചെയ്യുന്നു. സേവ് ചെയ്തതിന് ശേഷം ഇവിടെ സാമ്പിൾ എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യുന്നു, ആ ഒരു ഫംഗ്ഷനാണ്. സാമ്പിൾ എന്നുള്ളൊരു ഫംഗ്ഷനാണ്. ഇപ്പോൾ ആ ഫംഗ്ഷനാണ് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, അസൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ സാമ്പിൾ എന്നുള്ള ഒരു ഫംഗ്ഷനാണ് ആ വേരിയബിൾ. ആ വേരിയബിൾ എന്നുള്ള ഫംഗ്ഷനെയാണ് ഞാൻ നേരെ അതിലേക്ക് പാസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ കോൾ ബാക്ക് ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്തത്. ഇപ്പോൾ ശരിക്കും ഇവിടെ എന്താ സംഭവിക്കുക, ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഡിസ്പ്ലേ എന്നുള്ളത് ഞാൻ കോൾ ചെയ്തതിന് ശേഷം നേരെ ഡിസ്പ്ലേ എന്നുള്ള ഫംഗ്ഷനിലേക്ക് പോകും. അവിടെ എന്ത് ചെയ്യും, ഒരു ഫംഗ്ഷനെ ആർഗ്യുമെൻ്റ് ആയിട്ട് നമ്മൾ പാസ് ചെയ്തിട്ടുണ്ട്. ആ ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഫംഗ്ഷന് എന്ത് ചെയ്യും, ആ ഫംഗ്ഷൻ പ്രിൻ്റ് ചെയ്യും. ശരിക്കും ഹായ് ദിസ് ഈസ് റാസിക് എന്നുള്ളത് പ്രിൻ്റ് ആവും അല്ലേ. നോർമലി എങ്ങനെയാണ് സംഭവിക്കുക. ഇപ്പോൾ നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, സേവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കണ്ടോ, ഹായ് ദിസ് ഈസ് റാസിക് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് നോർമലി ഒരു കോൾ ബാക്ക്. ഓക്കെ, ഒരു കോൾ ബാക്ക് എന്ത് ചെയ്യുന്നത് സംഭവിക്കുന്നുണ്ട് ആ ഒരു ആർഗ്യുമെൻ്റ് ആയിട്ട്. ഇപ്പോൾ നാച്ചുറലി ഇതെന്താണ്, സിങ്ക്രണസ് ആണോ അസിങ്ക്രണസ് ആണോ, നിങ്ങൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മതി. അതിനുള്ള ഒരു സാമ്പിളും കൂടി കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു ജസ്റ്റ് ലോഗ് എഴുതി, console.log എഴുതി. ഇവിടെ ഞാൻ ഹായ് അല്ലെങ്കിൽ സ്റ്റാർട്ട് എന്ന് കൊടുക്കാം. ഓക്കെ, സ്റ്റാർട്ട് എന്ന് കൊടുത്തു. പിന്നെ ഇതിന് ശേഷം ഈ കോൾ ബാക്ക് ഫംഗ്ഷൻ വിളിച്ചതിന് ശേഷം ഞാൻ ഇവിടെ ഒരു ലോഗ് എഴുതാണ്. ലോഗ് എന്താണെന്ന് വെച്ചാൽ എൻഡ് എന്നുള്ളത് കൊടുക്കാം. ഓക്കെ, എൻഡ് എന്നുള്ളത് ഇവിടെ കൊടുത്തു. സേവ് ചെയ്തതിന് ശേഷം വീണ്ടും പോയി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വരേണ്ടത് ശരിക്കും കോൾ ബാക്ക് അസിങ്ക്രണസ് ആണെങ്കിൽ വരേണ്ടത് സ്റ്റാർട്ട്, എൻഡ്, പിന്നെ ഹായ് ദിസ് ഈസ് റാസിക് എന്നാണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ പ്രിൻ്റ് ചെയ്യുന്നത് ആദ്യം സ്റ്റാർട്ടായിരിക്കും, പിന്നെ ഹായ് ദിസ് ഈസ് റാസിക് എന്നായിരിക്കും, പിന്നെ എൻഡ് എന്നായിരിക്കും. ശരിക്കും സിങ്ക്രണസ് ആണ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്. പക്ഷേ കോൾ ബാക്ക് അസിങ്ക്രണസ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് കോൾ ബാക്ക് സിങ്ക്രണസ് ആണോ അസിങ്ക്രണസ് ആണോ എന്നുള്ളത് ഇപ്പോൾ തെളിയും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഇവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഞാൻ പറഞ്ഞതുപോലെ ആദ്യം സ്റ്റാർട്ട് പ്രിൻ്റ് ചെയ്തു, പിന്നെ ഹായ് ദിസ് ഈസ് റാസിക് പ്രിൻ്റ് ചെയ്തു, പിന്നെ എൻഡ് പ്രിൻ്റ് ചെയ്തു. ഇപ്പോൾ ഇത് സിങ്ക്രണസ് ആണോ അസിങ്ക്രണസ് ആണോ നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. ഇവിടെ ലൈൻ ബൈ ലൈനാണ് എക്സിക്യൂഷൻ ചെയ്തത്. നമ്മൾ പറഞ്ഞു ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷൻ നടക്കുന്നെങ്കിൽ അതെന്താണ്, സിങ്ക്രണസ് ആണ്, അസിങ്ക്രണസ് അല്ല. ഇവിടെയാണ് നാച്ചുറലി. അപ്പോൾ കോൾ ബാക്ക് എന്താണ്, ഒരു സിങ്ക്രണസ് ആണ്, അല്ലാതെ അസിങ്ക്രണസ് അല്ല. പിന്നെ എന്ത് ചെയ്യും, ഈ പറഞ്ഞ നോർമലി ഒരു ഡിലേ വരുന്ന ഫംഗ്ഷൻ ഇല്ലെങ്കിൽ ഒരു API കോളിങ് കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ കോൾ ബാക്ക് വർക്ക് ചെയ്യുക. മീൻസ് ഒരു ഡിലേ കൊണ്ടുവന്നതിന് ശേഷം പിന്നെ എൻഡ് വർക്ക് ആയതിനു ശേഷം മാത്രമായിരിക്കും ഹായ് ദിസ് ഈസ് റാസിക് എന്നുള്ളത് പ്രിൻ്റ് ആവുള്ളൂ. ഇവിടെയാണ് ബ്ലോക്കിംഗ് ഇല്ലാതെ, അതായത് അത് വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ മീൻസ് അതിൻ്റെ ബിലോയിലുള്ള അതിൻ്റെ താഴെയുള്ള എല്ലാ കോഡും വർക്ക് ചെയ്യാൻ തുടങ്ങും. അവസാനം ഇതും വർക്ക് ചെയ്യും. ഇതിനെയാണ് എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. ഇതിനെയാണ് എന്ത് പറയുക, കോൾ ബാക്ക് എന്ന് പറയാം. ഓക്കെ, നോർമലി കോൾ ബാക്ക് സിങ്ക്രണസ് ആണ്. അതിനെ അസിങ്ക്രണസ് ആക്കി മാറ്റുമ്പോഴാണ് അസിങ്ക്രണസ് ആയി മാറുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു സെറ്റ് ടൈം ഔട്ട് വെച്ച് നമ്മൾ ഒരു ടൈമിംഗ് ഫീച്ചർ വെച്ച് ചെയ്തിരുന്നു. അപ്പോൾ അത് നോർമലി ആ ഒരു സെറ്റ് ടൈം ഔട്ട് എന്നുള്ളത് എന്തല്ല, ഈ പറഞ്ഞ പോലെ ഡിലേ വരുത്താൻ വേണ്ടി, ഒരു ഡിലേ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു API ഒരു ഡിലേ വരുത്തുന്ന ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്. ഓക്കെ, ഇപ്പോൾ ഒരു നമ്മൾ കൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇതിനു വേണ്ടി ഇപ്പോൾ എങ്ങനെയാണ് ഒരു കോൾ ബാക്ക് അസിങ്ക്രണസ് ആകുമ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഒരു കൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ വെച്ചാൽ ഒരു കടയിൽ പോയി ചായ കുടിക്കുന്നു അല്ലേ. ഒരു കടയിൽ പോയി ചായ കുടിക്കുന്ന ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഓർഡർ ചെയ്യും. ശരിക്കും വെച്ചാൽ ഓർഡർ ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും, ഒരു കോഫി ഇല്ലാന്നുണ്ടെങ്കിൽ ടീ ആണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ടീ ഓർഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും, നിൽക്കും. മീൻസ് ചായൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരത്ത് ഓർഡർ ചെയ്യുന്നുണ്ട് ഒരു സ്നാക്സ്. ആദ്യം വരുന്നത് സ്നാക്സ് ആയിരിക്കും, പിന്നീടാണ് വരുന്നത് എന്തായിരിക്കും, ഈ പറഞ്ഞ ചായ. പക്ഷെ നമ്മൾ ഓർഡർ ചെയ്തത് ആദ്യത്തെ ചായ ആയിരിക്കും. ഓക്കെ, പക്ഷെ പിന്നീടാണ് എന്ത് ചെയ്യുന്നത്, അതേ കൺസെപ്റ്റാണ്. ജസ്റ്റ് നമ്മൾ ആദ്യം കോൾ ചെയ്തത് ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ ആയിരിക്കും, പക്ഷെ അത് ഇതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടാവും. അതായത് നിങ്ങൾക്ക് സ്നാക്സ് എടുത്ത് വരുമ്പോൾ തന്നെ അവിടെ ചായൻ്റെ പണികളൊക്കെ നടന്നിട്ടുണ്ടാവും. ഓക്കെ, ചായൻ്റെ മീൻസ് ആൾ കപ്പ് എടുക്കുന്നതും വെക്കുന്നതും ചായപ്പൊടി ഇടുന്നതും അതുപോലെ തന്നെ ഈ പഞ്ചസാര ഇടുന്നതൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, ഓൾറെഡി ബാക്ക് എൻഡിൽ വർക്കിംഗ് ആണ്. അപ്പോൾ നേരെ മറിച്ച് എന്ത് ചെയ്യും, ഈ പറഞ്ഞ സ്നാക്സും എന്ത് ചെയ്യും അതിൻ്റെ കൂടെ തന്നെ വരും. ഓക്കെ, അപ്പോൾ സ്നാക്സ് വന്നതിന് ശേഷം ചായം വരും, സംഭവം റെഡിയാണ്. അപ്പോൾ ഇതേപോലെയാണ് കോൾ ബാക്കിൻ്റെ കൺസെപ്റ്റും. ഓക്കെ, ആ കോൾ ബാക്കിൻ്റെ കൺസെപ്റ്റ് ഞാൻ എന്ത് ചെയ്യുക, വീണ്ടും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട്, അതായത് ഒരു അസിങ്ക്രണസ് ആക്കിയിട്ട് എന്ത് ചെയ്യുക, കാണിച്ചു തരാം അതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ നോർമലി നിങ്ങൾക്ക് ഫംഗ്ഷനെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ആ ഫംഗ്ഷൻ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പോൾ നോർമലി ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഇങ്ങനെ സ്റ്റാർട്ട്, അതായത് ലൈൻ ബൈ എക്സിക്യൂഷൻ ആണ്. അതായത് സ്റ്റാർട്ട് എന്ന് പ്രിൻ്റ് ചെയ്തു, പിന്നെ ഹായ് ദിസ് ഈസ് റാസിക് എന്നുള്ളത് കോൾ ചെയ്തുകൊണ്ട് അത് വർക്ക് ചെയ്യും, പിന്നെ എൻഡ് വർക്ക് ചെയ്യും. പക്ഷേ ഇതിന് നേരെ മറിച്ച് നമ്മൾ കോൾ ബാക്കിന് എന്ത് ചെയ്യുന്നുണ്ട്,
ഒരു അസിങ്ക്രണസ് ആക്കാൻ പോവാണ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഡിലേ വരുത്താൻ വേണ്ടി സെറ്റ് ടൈം ഔട്ട് എന്നുള്ള ഒരു ഫംഗ്ഷനാണ് എഴുതുന്നത്. ഓക്കെ, സെറ്റ് ടൈം ഔട്ട് എഴുതി, എന്നിട്ട് അതിലും ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടാവും. ആ ആർഗ്യുമെൻറ്റും ശരിക്കും ഒരു കോൾ ബാക്ക് ആണ്. കാരണം എന്താ, നമ്മൾ കൺസെപ്റ്റ് കോൾ ബാക്ക് എന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ ആർഗ്യുമെൻ്റായി പാസ് ചെയ്യുമ്പോൾ അതെന്താവും, അതെന്തായി ആ ഫംഗ്ഷനെയാണ് കോൾ ബാക്ക് എന്ന് പറയാം. ഓക്കെ, ദെൻ ഞാൻ എന്ത് ചെയ്തു, ഈ പറഞ്ഞ പോലെ സെറ്റ് ടൈം ഔട്ടിൻ്റെ ഉള്ളിലാണ് ഈ കോൾ ബാക്കിനെ ഞാൻ കോൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി കോൾ ബാക്കിനെ കോൾ ചെയ്യുന്നത് എനിക്ക് എന്താ വെച്ചാൽ ഒരു ഡിലേ, എനിക്ക് കൂടുതൽ ഡാറ്റ കൊണ്ടുവരാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു 3000 മില്ലി സെക്കൻഡ് ഞാൻ സ്ലോ ആക്കുകയാണ്. അപ്പോൾ ശരിക്കും ഇവിടെ നടക്കുന്ന 3000 മില്ലി സെക്കൻഡ് എന്ന് വെച്ചാൽ 3 സെക്കൻഡാണ്. അത് പ്രോഗ്രാമാറ്റിക്കലി നോക്കുമ്പോൾ 3000 എന്നുള്ള രീതിയിൽ, അതായത് ഒരു 3000 മിനിറ്റ് ഒരു മനുഷ്യന്മാരെ ബേസ് ചെയ്ത്, അത് നമ്മളെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അത് ഒരു വലിയ സമയമാണ്. മണിക്കൂറുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്പെൻഡ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ പ്രോഗ്രാമിംഗ് അനുസരിച്ച് അവർക്കും ഈ 3000 മില്ലി സെക്കൻഡ് വെച്ചാൽ വലിയൊരു ഡിലേ ആണ്. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം, ഞാനൊരു 3000 കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഞാൻ സേവ് ചെയ്തതിന് ശേഷം ഇവിടെ ശരിക്കും വർക്ക് ചെയ്യേണ്ടത് സ്റ്റാർട്ട് ആദ്യം വർക്ക് ചെയ്യും, പിന്നെ എൻഡ് വർക്ക് ചെയ്യും, പിന്നെ ഹായ് ദിസ് ഈസ് റാസിക് എന്നുള്ളത്. ഇപ്പോൾ സിങ്ക്രണസ് പൊളിഞ്ഞു, അസിങ്ക്രണസ് ആയി മാറി. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം അങ്ങനെ തന്നെയാണോ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് നോക്കാം. യെസ്, നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് റിഫ്രഷ് ചെയ്യാം. കണ്ടോ, സ്റ്റാർട്ട് വർക്കായി, എൻഡ് വർക്കായി, കുറച്ച് ഒരു 3 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷമാണ് ഹായ് ദിസ് ഈസ് റാസിക് എന്നുള്ളത് പ്രിൻ്റ് ചെയ്തത്. ഒന്നും കൂടി നോക്കാം, റിഫ്രഷ് ചെയ്യാം. കണ്ടോ, സ്റ്റാർട്ട് എൻഡ് എന്നുള്ളത് പെട്ടെന്ന് പ്രിൻ്റ് ചെയ്തു. പിന്നെ കണ്ടോ 3 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഈ ഹായ് ദിസ് ഈസ്. നമുക്കതിൻ്റെ സമയം ഒന്ന് കുറച്ച് നോക്കാം. ഒരു 2000 ആക്കിയിട്ട് ഒന്ന് സേവ് ചെയ്ത് നോക്കാം. എന്നിട്ട് റിഫ്രഷ് ചെയ്യാം. 1 2 സംഭവം വർക്കൗട്ടായി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അത് 2 എന്നുള്ളത് 1 ആക്കി നോക്കാം. എന്നിട്ട് വീണ്ടും റിഫ്രഷ് ചെയ്യാം. 1 സംഭവം വർക്കൗട്ടായി. കണ്ടോ, ഹായ് ദിസ് ഈസ് റാസിക് എന്നുള്ളത് ഇവിടെ പ്രിൻ്റ് ചെയ്ത്. ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് കോൺസെപ്റ്റ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അറിയാം. ആദ്യം വരും ഇവിടെ കോൾ ചെയ്യുമ്പോൾ സമയത്ത് ഈ പറഞ്ഞ console.log എക്സിക്യൂഷൻ സ്റ്റാക്കിലേക്ക് പോകും, എന്നിട്ട് എക്സിക്യൂട്ട് ആവും, പിന്നെ സെറ്റ് ടൈം ഔട്ട് ആവും. അതിന് നോക്കുമ്പോൾ എക്സിക്യൂഷൻ സ്റ്റാക്കിലേക്ക് ഇടുന്ന ടൈമിൽ അതൊരു അസിങ്ക്രണസ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ആ കോൾ ബാക്കിനടുത്ത് നേരെ എന്ത് ചെയ്യും, കോൾ ബാക്ക് ക്യൂവിലിട്ടിട്ട് എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്യിപ്പിക്കും. കാരണം എന്താ, അത് അസിങ്ക്രണസ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്ന് പറയും. പിന്നെ ശേഷം എന്ത് ചെയ്യും, എൻഡ് എന്നുള്ളത് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എൻഡ് എന്നുള്ളത് എക്സിക്യൂഷൻ സ്റ്റാക്കിലേക്ക് വരും. എന്നിട്ട് എന്ത് ചെയ്യും, ഇത് സ്റ്റാക്ക് എന്നുള്ളത് പ്രിൻ്റ് ചെയ്തതിന് ശേഷം വീണ്ടും വന്ന് ചെക്ക് ചെയ്യും എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കുമ്പോൾ ഒന്നുമില്ല. പിന്നെ നേരെ പോയി എവിടേക്കാണ്, കോൾ ബാക്ക് ക്യൂലാണ്. കോൾ ബാക്ക് ക്യൂല വർക്ക് ചെയ്യുന്ന എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഇപ്പോൾ നോക്കുമ്പോൾ കോൾ ബാക്ക് ഉണ്ട്. ആ കോൾ ബാക്കിനടുത്ത് നേരെ സ്റ്റാക്കിലെത്തണം. സ്റ്റാക്കിൽ നേരെ എന്ത് ചെയ്യും, പ്രിൻ്റ് എക്സിക്യൂട്ട് ആവും. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ കോൾ ബാക്കിനെ കുറിച്ച് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവും. പ്രോപ്പറായിട്ട് ഇപ്പോൾ ഉള്ള ഐഡിയ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കോൾ ബാക്ക് എന്താണെന്നുള്ള സംഭവം കിട്ടിയിട്ടുണ്ടാവും. ഇത് ശരിക്കും വെച്ച ഇത് തന്നെയാണ് കോൾ ബാക്ക് എന്നുള്ളത്. കോൾ ബാക്കിനെ കുറിച്ച് കുറച്ചും കൂടി പഠിക്കാനുണ്ട്. ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു ഇവൻറ്റ് ബേസ്ഡ് നമുക്ക് എന്ത് ചെയ്യും, ഒരു കോൾ ബാക്കിനെ വിളിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു HTML നമുക്ക് എന്താ വെച്ചാൽ ഒരു ഹാൻഡ്ലിംഗ് വഴി, ഇപ്പോൾ ഇവൻറ്റ് ഹാൻഡ്ലിംഗ് വഴിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ കോൾ ബാക്ക് നമുക്ക് എന്ത് ചെയ്യും, ഉണ്ടാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്കൊരു HTML പേജ് ഉണ്ട്. HTML പേജിൽ ഒരു ബട്ടൺ ഉണ്ട്. ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ വർക്ക് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഒരു ഫംഗ്ഷൻ വർക്ക് എന്ന് വെച്ചാൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് ആനിമേഷൻസ് കാര്യങ്ങളൊക്കെ വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കമ്പോണൻറ്റ് വരണം, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് ആനിമേഷൻസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ, ഒരു ആക്ഷൻ നടക്കണം. ഒരു ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ആക്ഷൻ എന്തെങ്കിലും നടക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ കോൾ ബാക്ക് ആണ് ഉപയോഗിക്കുന്നത്. അതായത് നേരെ മറിച്ച് ഓൺ ക്ലിക്ക് എന്നുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഓൺ ക്ലിക്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നേരെ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. അപ്പോഴാണ് ആ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. അതുവരെ എന്ത് ചെയ്യും, അത് ഹോൾഡ് ചെയ്ത് വെക്കും. അത് എക്സിക്യൂഷൻ കോൺടാക്റ്റിൽ എത്തിയെങ്കിലും അത് ഹോൾഡ് ചെയ്ത് വെക്കും. എപ്പോഴാണോ ഇവൻറ്റ് ട്രിഗർ ആവുന്നത്, ആ ഇവൻറ്റ് ട്രിഗർ ആവുന്ന വെച്ചാൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത്, അതായത് ആക്ഷൻ എടുക്കുന്നത്, ആ ഇവൻറ്റ് ട്രിഗർ ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ ഫംഗ്ഷൻ വർക്ക് ആവുന്നത്. ഓക്കെ, അപ്പോൾ അവിടെയും എന്തെങ്കിലും ഒരു കോൾ ബാക്ക് ഉണ്ട്, അതും മനസ്സിലാക്കുക. അപ്പോൾ ഒരു ഡിലേനെസ് അവിടെ ഉണ്ട്. അതായത് ഈ ഇവൻറ്റ് ട്രിഗർ ആയ ആണല്ലോ ഈ പറഞ്ഞ ഫംഗ്ഷൻ വർക്ക് ആവുള്ളൂ. അതിന് മുമ്പൊന്നും വർക്ക് ആവില്ല. നേരെ മീൻസ് അതിങ്ങനെ എന്ത് ചെയ്യുന്നു, ഇവൻറ്റ് പ്രിവെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. മീൻസ് ഇത് വരുന്നുണ്ടോ എന്നുള്ളത് ഒരു ആവശ്യത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. മീൻസ് എപ്പോഴാണോ നമ്മൾ ഇവൻറ്റ് എന്ത് ചെയ്യും, ട്രിഗർ ചെയ്യുന്നത്, അപ്പോൾ ഈ ഫംഗ്ഷൻ വർക്ക് ആവും.
ഓക്കെ, ഇതിനാണ് നോർമലി ഒരു ബേസിക്കലി ഒരു കോൾ ബാക്ക് ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കോൾ ബാക്ക് എന്താ എന്നുള്ളതിനെ കുറിച്ച് നല്ല ധാരണ ഇപ്പോൾ ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. ഇതിൽ ഇപ്പോൾ ഒരു പെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നും ഇല്ല കോൾ ബാക്കിൽ. ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലോ ഇല്ലെങ്കിൽ അടുത്തായിട്ട് ഒരു വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ കോൾ ബാക്കിനെ കുറിച്ച് നിങ്ങൾ പ്രോപ്പറായി പഠിക്കുക. കാരണം എന്താ വെച്ചാൽ ജാവാസ്ക്രിപ്റ്റിൽ കോൾ ബാക്ക് അസിൻക്രണസ് ആക്കാൻ വെച്ചാൽ തന്നെ ഒരു മീൻസ് എന്തായാലും ഈ കോൾ ബാക്ക് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ കോൾ ബാക്ക് എന്നുള്ളത് പഴയ മെത്തേഡാണ്. ഇപ്പോൾ മോഡേൺ ജാവാസ്ക്രിപ്റ്റ് വരുമ്പോൾ, ഇപ്പോൾ മോഡേൺ ജാവാസ്ക്രിപ്റ്റ് ആണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ മോഡേൺ ജാവാസ്ക്രിപ്റ്റ് വരുമ്പോൾ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട് ഈ അസിൻക്രണസ് ഒക്കെ ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ കോൾ ബാക്ക് ഒന്നും ശരിക്കും ഉപയോഗിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നെക്സ്റ്റ് വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ കാത്തു നിൽക്കുക. അപ്പോൾ അടുത്ത ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. കീപ്പ് വാച്ചിങ്.